of image formation when the object is placed at a concave lens. പൊന്നുമക്കളെ എഴുതി വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ. ഇന്നത്തെ പരീക്ഷയ്ക്ക് നിങ്ങളോട് ഒന്നുകിൽ ഡ്രോ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ചർ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്താണ് ഇമാജ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പൊ ഇമാജ് ഉണ്ടായപ്പോ ഇമാജ് എവിടെയായിരിക്കും ഉണ്ടായത്. സോ ഡ്രോ ചെയ്യാനോ പിക്ചർ തന്നുകൊണ്ട് നിങ്ങളോട് കാറ്റഗറിസ് ചെയ്താനൊക്കെ ഉള്ള ഒരു ചോദ്യം ഇന്നത്തെ SSLC ഓണം എക്സാമിൽ ഉണ്ടാകും. അത് ഏത് ലെൻസ് ആണെന്നുള്ളതല്ല, എവിടെയായിരിക്കും, ഒന്നുകിൽ അറ്റ് 2F-ലായിരിക്കും, അല്ലെങ്കിൽ ബിറ്റ്വീൻ F ആൻഡ് 2F. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അത് MS ചോർത്തിട്ട് പറയുന്നതല്ല. എടാ, കഴിഞ്ഞ 5 വർഷം ഉപയോഗിച്ച ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ ഓരോ എക്സാമുകൾക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് 2 പൊസിഷനാ, അറ്റ് 2F-ഉം ബിറ്റ്വീൻ F ആൻഡ് 2F-ഉം. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നു, ഇന്നത്തെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾ ഒന്നുകിൽ 2F-ൽ വെച്ച ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ബിറ്റ്വീൻ F ആൻഡ് 2F-ൽ വെച്ച ഒബ്ജക്റ്റോ ആയിരിക്കും ഉണ്ടാവുക. അത് വന്നിട്ടില്ലെങ്കിൽ, ഈ രണ്ടിലൊന്ന് ഇന്നത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, MS ഇന്ന് രാത്രി കെമിസ്ട്രി എന്ന് പറയുന്ന ലൈവ് കണ്ടക്ട് ചെയ്യില്ല. എഴുതി വെച്ചോ. കാരണം എന്റെ പ്രഡിക്ഷൻ ആണിത്, ഇതെന്റെ പ്രവചനമാണ്. കാരണം അറ്റ് F 2F-ഉം ബിറ്റ്വീൻ F ആൻഡ് 2F-ഉം ഇല്ലാത്ത ഒരു ഓണപ്പരീക്ഷ എന്നല്ല, ഒരു ഫിസിക്സ് എക്സാമിന്റെ ലെൻസിലൂടെ കഴിഞ്ഞ 5 വർഷവും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് എഴുതി വെച്ചോ. ഈ ഓണം എക്സാം ലെൻസിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആയതുകൊണ്ട് അറ്റ് 2F-ഓ ബിറ്റ്വീൻ F ആൻഡ് 2F-ഓ ഇല്ലാത്ത ഒരു ഓണപ്പരീക്ഷ വരുമെന്ന് എനിക്ക് എന്റെ മനസ്സ് തോന്നുന്നില്ല. എന്റെ